ഹായ് വെൽക്കം ബാക്ക് ടു മൈ 7 days സ്റ്റഡി ചലഞ്ച്. അപ്പം സ്റ്റഡി ചലഞ്ച് ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആത്മാർത്ഥമായിട്ട് ഞാനിന്ന് പഠിച്ചൊരു ഡേ ആണ്. എന്ന് വെച്ചാൽ അത്ര ഞാൻ പ്ലാൻ ചെയ്ത പോലൊന്നും എനിക്ക് നടക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ രാവിലെ എണീറ്റ് പഠിക്കണം അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു 2 മണി 3 മണിക്ക് ശേഷമാണ്, അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പഠിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആ ഒരു ടൈമിലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ. എനിക്ക് കുറച്ച് താമസിച്ചും കൂടി ആയിപ്പോയി എണീറ്റ. അപ്പം എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ പിന്നെ പഠിച്ചത് എന്താണ്, എനിക്കിന്ന് വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെയുള്ള വിചാരം കൊണ്ട് ഞാൻ കുറച്ച് ഏറെ പഠിച്ചതിന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കുറേയൊക്കെ നല്ല നല്ല പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നി. കുറേ, അതായത് ഒരു ടോപ്പിക്ക് തീർന്നു അതിന് വേറൊരു ടോപ്പിക്കിൻ്റെ പകുതി ഞാൻ പഠിച്ചു. അത് ഫുൾ നന്നായിട്ട് ഞാൻ പഠിച്ചു. അപ്പോൾ എന്താ പറയുക, ഞാൻ പ്ലാൻ ചെയ്തതിൽ നന്നായിട്ട് നടന്നു എങ്കിൽ കൂടി ആ രാവിലെ എണീക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇത് മാത്രമല്ല. അല്ലാതെ നോക്കി ഇന്നത്തെ ഡേ എനിക്ക് നല്ലതായിരുന്നു. നന്നായിട്ട് തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ എന്താ പറയുന്നത്, നന്നായിട്ട് തന്നെയായിരുന്നു എനിക്ക് പോയത്. രാവിലെ എണീക്കാൻ പറ്റിയില്ല, ആ ഒരു കുഴപ്പമില്ല. ബട്ട് സെക്കൻഡ് ഡേ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും രാവിലെ തന്നെ, അതായത് മോർണിംഗ് തന്നെ എനിക്ക് നന്നായിട്ട് പഠിക്കണം. മോർണിംഗ് പഠിച്ചാൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ ഉച്ചയായതുകൊണ്ട് കുറച്ച് നന്നായിട്ട് എഴുതി, നോട്ടൊക്കെ കണ്ട് എഴുതി പഠിച്ചാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോവും. എത്ര മോട്ടിവേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഉച്ചയൊക്കെ ആകുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ ഉച്ചയൂണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയാണ് പഠിക്കുന്നത്. കുറച്ച് പതുക്കെ തന്നെയാണ്. ഞാൻ PSC ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈ PSC പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാം എഴുതി പഠിക്കാൻ പറ്റുന്നതല്ല. അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം PSC എന്ന് പറയുന്നത് കടൽ പോലുള്ള ഒരെണ്ണമാണ്. അപ്പം അത് മൊത്തം എഴുതി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. കുറേയൊക്കെ നമ്മൾ വായിച്ച് തന്നെ പഠിക്കണം. വായിച്ച് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ എഴുതി പഠിക്കുന്നതെല്ലാം നമ്മൾ തലയിൽ അതുപോലെ തന്നെ ഇരിക്കും. എനിക്കങ്ങനെയാണ്. ചിലർക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് വായിച്ച് പഠിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ബട്ട് എനിക്ക് എഴുതി പഠിക്കുന്നതാണ്. പിന്നെ ഞാൻ പോയി പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ജ്യൂസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളും ഏത്തപ്പഴമൊക്കെ നെയ്യിൽ വാട്ടിയൊക്കെ കഴിച്ച് അങ്ങനെ എൻ്റെ ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റോക്ക് ബൈ ബൈ, സീ യു.